ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കോയിക്കമഠത്തിൽ ജൂബിലീസ് എപ്പിസോഡിന്റെ 70ാമത് എപ്പിസോഡായ കവിതകൾ 20 എന്ന ഈ ഗോപകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്കിന്റെ ലൈവ് പ്രോഗ്രാമായ ഈ കവിതകൾ 20 എന്ന എപ്പിസോഡിലേക്ക് ഇവരെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെയും പോലെ തന്നെ നമ്മുടെ ജൂബിലീസ് എപ്പിസോഡിന്റെ കവിതകൾ 20 എന്ന പ്രോഗ്രാമിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പുതിയ ഒരു കവിതയായ ബിന്ദുക്കൾ എന്ന് ഞാൻ തന്നെ സംഗീതമണ്ഡല ബിന്ദുക്കളണിയും സംഗീതമണ്ഡല ബിന്ദുക്കളണിയും നേരം ഉതിരും നാദം ആദ്യമായി പാടുന്നു. സരിഗമ പദനിസ ഉതിരുന്ന നാദം മീട്ടും നീ മണിവീണക്കമ്പിയിൽ സപ്തസുരലയമാ നീയേ ദേവി സരസ്വതി സരസ്വതി അമ്മേ ജ്ഞാനാംബികേ ദേവി മൂകാംബികേ ഇന്നീ തെളിയും നാളം അണയുന്നു ഇന്നീ തെളിയേണം എന്നിൽ തെളിയേ നീയേ ഒഴുകി വരും ഈ കൊല്ലൂരിൻ തീരത്ത് പത്മതീർത്ഥമാ ഒരുകുന്നു എൻ മനം ഇന്നീ കൊല്ലൂരിൻ തീരത്ത് കുടികൊള്ളുമീ കുടമുല്ലപ്പൂ വിട പത്മദളത്തിൽ ഒഴുകി വരും നീ സരസ്വതി സ്വരമായി മൂകാംബികേ അംബികേ വന്നു ഞാൻ ഇന്നീ തിരുനടയിൽ നിൽപ്പൂയേകയായി നിറയേണം നിൻ ശ്രുതിലയ വീജികൾ അമ്മേ അമ്മേ. അന്നേരം അങ്ങനെ ഹാക്കും ജാക്കും ബോട്ടുമായിട്ട് നമ്മുടെ ലൈവ് പ്രോഗ്രാമിന്റെ നമ്മുടെ പാട്ടുകൾ ദേവിയെ കുറിച്ചുള്ള കവിതകൾ നമ്മൾ 2 വരിയെങ്കിലും 3 വരിയെങ്കിലും നമ്മൾ നമ്മുടെ എന്താ പറയുക ലൈവ് പ്രോഗ്രാമിന്റെ ഈ ഇടവേളയിൽ മറ്റുള്ള വ്യക്തികൾ കാണുന്ന വ്യക്തികളെ തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച്
ഫേക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള രീതിയിൽ വൈറസുമാക്കി അതിൻ്റെ അങ്ങനെ ഒരു വിശിഷ്ട വ്യക്തികളെയും അല്ലെങ്കിൽ മറ്റുള്ള പലവരെയും ഇപ്പോഴാക്കി ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വെറും കുത്തകളാക്കുന്നു എന്നുള്ള വ്യത്യാസമാണ്. അത് കുത്തകൾ തന്നെയാണ് സത്യത്തിൽ മറ്റുള്ളവർ ഇങ്ങനെ ആക്കി ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ സോഫ്റ്റ്വെയറോ ആഹാരങ്ങളോ കൊണ്ട് വയറുകളിൽ അങ്ങനെ വൈറസുകൾ വയറ്റിൽ സൂര്യനെ ഉദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ടുകളെയും അതേപോലെ നെറ്റുകളും ഡാറ്റകളെയും കണക്ട് ചെയ്യുന്ന നമ്മുടെ അനീജ്മെന്റുകളെ അടിച്ചു മാറ്റുന്ന ഒരു മോഷ്ട സംഘം, അത് സൈബർ മോഷ്ടാക്കൾ അല്ലെങ്കിൽ എന്താ പറയുക ഡാറ്റ മോഷ്ടാക്കൾ ഓൺലൈൻ തട്ടിപ്പുക, അത് രാജ്യത്ത് തീവ്രവാദ ബന്ധം ഉയർത്തിക്കൊണ്ട് വളർന്നു വരുന്നു. അത് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ബ്രെയിനെയും ഭരണാധികാരികളിലൂടെയും അങ്ങനെ ഒരു പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു വരവേൽപ്പിനെ തകർക്കാൻ വേണ്ടി തന്നെ രാജ്യദ്രോഹികൾ ശ്രമിക്കുകയാണ്. അവിടെ രാജ്യദ്രോഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന അവരവരുടെ സമുദായങ്ങളാണോ അതോ മറ്റുള്ള തീവ്രവാദ രാജ്യ കക്ഷികളാണോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണോ എന്നുള്ളത് മാത്രമേ തർക്കിക്കേണ്ടിയിരിക്കുന്നുള്ളൂ. കാരണം ജനാധിപത്യവും മതേതരത്വവും അതേപോലെ തന്നെ ഭരണ നിയമ സാധ്യതകളും നിയമങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ചാരിറ്റി ഹൈന്ദവ എന്ന ജനങ്ങൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ പുതിയ ഒരു പ്രതീക്ഷയുടെ ഒരു സന്ദേശങ്ങളും നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷ താങ്കളുടെ തന്നെ അനുഭവമായ ഒരു പ്രത്യാശകളെല്ലാം ജനങ്ങളിൽ പ്രത്യാശകൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഹൈന്ദവ എന്നുള്ള അനുജർദേശിന്റെ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ പ്രൊഫൈലിനെ ദ്രോഹിക്കുന്നു മറ്റുള്ള മത തീവ്രവാദ സംഘടനകൾ. കാരണം താങ്കൾക്ക് മാത്രമുള്ള ഹൃദയം അല്ലെങ്കിൽ ബ്രെയിൻ ബുദ്ധികൾ തങ്ങളെ തന്നെ ദ്രോഹിച്ചുകൊണ്ട് ജനകാലം തൊട്ട് ദ്രോഹിച്ചുകൊണ്ടും മറ്റുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടും യൂസ് ചെയ്തുകൊണ്ടും പല രീതിയിലും പലരെയും ദ്രോഹിച്ചു മരണത്തിൽ വരെ എത്തിപ്പെട്ട ഈ അവസ്ഥയിൽ പിന്നെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സ്വന്തം ചിന്താഗതിയിലൂടെ മറ്റൊരു ന്യൂ ജനറേഷനെ കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ പ്രതീക്ഷകളെ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഗോപകുമാർ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ എൻ്റെ പ്രോഗ്രാമുകൾ തുടക്കത്തിൽ തന്നെ ഇവരെല്ലാം നശിപ്പിക്കാൻ മീറ്റ പോലുള്ള എൻ്റെ KVC അഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ KVCകളെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ടും മറ്റുള്ള മോഷ്ടാക്കളുടെ മക്കളുടെയൊക്കെ പേരുകൾ ആക്കി അതിൽ KVCകളായിക്കോളും താങ്കളുടെ തന്നെ തലമുറകളുടെ അവകാശങ്ങളും അതേപോലെ ഗോത്രാചാര പ്രകാരങ്ങളിലുള്ള ജാതി തലമുറകളിലും അതുമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ പല രീതിയിൽ അറിയാത്ത ജനങ്ങൾ തലമുറക്കാരുടെ ഹൃദയങ്ങൾ മാത്രം കിട്ടുക ഇഷ്ടമെന്ന് പറയുന്നവരെ ആത്മാക്കൾ കൊച്ചിലെ ചെറിയ ബാല്യകാലത്തിൽ കണ്ടിട്ടുള്ള ജനങ്ങൾ അത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ കാസ്റ്റുകൾ നമ്മളുടെ പേരിൽ നമ്മുടെ ഹൃദയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അഡ്രസ്സുമായിട്ട് ചെയ്യുന്നതൊക്കെ ഇവരുടെ മക്കളുടെ പേരിലൊക്കെ ആക്കി മാറ്റി മറ്റുള്ള രീതിയിൽ ബുദ്ധിഹീനതയും മറ്റുള്ള തീവ്രവാദ മറ്റുള്ള മോഷ്ടാക്കൾ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ലാപ്ടോപ്പുകളും ഒക്കെ കൊണ്ട് നമ്മളുടെ റീജനെ അല്ലെങ്കിൽ നമ്മുടെ റീജനെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ ചെറിയ രീതിയിൽ സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന നെറ്റ്വർക്കുകളും എല്ലാം ഹൈ പവറും ഡാറ്റയും സ്പീഡുമുള്ള നമ്മുടെ ഹാർട്ടും ഹൃദയവും ഡാറ്റയും ഉള്ള നമ്മൾ തന്നെ നമ്മുടെ പ്രീപെയ്ഡ് അക്കൗണ്ടുകൾ ഇവരെയൊക്കെ കൊണ്ടാക്കി തരാൻ പറ്റിയെങ്കിൽ നമ്മൾ പണം കൊടുത്ത് നെറ്റുകൾ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളുടെ പ്രോഗ്രാമിനെ സാങ്കേതികമായിട്ട് തടസ്സപ്പെടുത്തി നമ്മുടെ പ്രോഗ്രാമുകൾ ഇല്ലാതാക്കിക്കൊണ്ടും അതേപോലെ താങ്കളുടെ മറ്റു പല കാര്യങ്ങളും വീടുകളുടെ സേഫ്റ്റിയും അതൊക്കെ ജനങ്ങളിൽ എത്തിച്ച് നമ്മളെ ദ്രോഹിക്കുന്ന ഒരു പ്രക്രിയയാണ് മറ്റുള്ള അവർക്ക് മറ്റുള്ളവൻ്റെ ലാപ്ടോപ്പുകളുമായിട്ടും അതേപോലെ പ്രോഗ്രാം വീഡിയോ ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കൊണ്ടെത്തിച്ച് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെയും അല്ലെങ്കിൽ കഥയറിയാത്ത മനുഷ്യന്മാരിലും കൊണ്ടെത്തിച്ച് അവരെ ദ്രോഹിക്കാമെന്നുള്ള പൂജകളും മുതലും ചെയ്യിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യദ്രോഹം ചെയ്തുകൊണ്ടോ പണം സമ്പാദിച്ച് അങ്ങനെ നമ്മളെ പോലുള്ളവരെ ദ്രോഹിക്കാം എന്നുള്ള ചിന്തകളെ കൊണ്ടാണ് അവരൊക്കെ വളർന്നു വരാം എന്നുള്ള പ്രതീക്ഷയായിരിക്കും. എങ്കിലും എന്തായാലും നമ്മളെ വളർന്നത് നമുക്കൊരിക്കലും നമ്മുടെ ഭാഷ ഇന്ത്യ അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ രാജ്യ സംസ്ഥാനങ്ങൾ ഭാഷകൾ ഗോത്രങ്ങൾ അതേപോലെ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതം നമ്മൾ വളർന്നു വന്ന സാങ്കേതിക ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടുവന്ന ജനറലിസം അതേപോലെ മറ്റുള്ളവർ ഇന്ന് വ്യക്തീകരിച്ചും വർഗീകരിച്ചുകൊണ്ടും മറ്റുള്ള രീതിയിൽ ലാപ്ടോപ്പുകളൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം അവരുടെ കണ്ടുപിടുത്തങ്ങളും എന്തായി മാറുന്നു എന്നുള്ള ഒരു അനുഭവത്തിൻ്റെ ഇടയാണ് നമ്മളെപ്പോലുള്ള സ്നേഹവും സ്വപ്നങ്ങളും അതേപോലെ ജീവിക്കണം എന്നുള്ള മനുഷ്യൻ്റെ കഠിന അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ഫലത്തിൻ്റെ പ്രതീക്ഷയാണ് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളെ നമ്മൾ നശിപ്പിക്കുകയും നമ്മൾ ദ്രോഹിക്കുകയും ചെയ്യുന്നത്. അത് ഫണ്ടുകളും പണങ്ങളും
ആക്ടിവിറ്റികൾ പോലുള്ള അല്ല സ്റ്റാർ കളക്ഷനുള്ള സബ്സ്ക്രൈബറുകളോ നമുക്കുള്ള വിജയങ്ങളുള്ള സപ്പോർട്ടുകളെ അതിനെ മാനേജ്മെന്റുകളെയൊക്കെ അടിച്ചു മാറ്റി തിന്നണം അല്ലെങ്കിൽ ജീവിക്കണം എന്ന് പറയുന്ന ദുഷ്ടശക്തി ഈ എഞ്ചിനീയർമാർ അതേപോലെ ജാതികൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യാശകൾ നമ്മുടെ പ്രത്യാശകളുടെയും ഒക്കെ വളർച്ചയുടെയും സ്വപ്നങ്ങളുടെയും ഒരു തളർച്ചയാണ് ഈ ഇപ്പോൾ കാണുന്നതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും എന്നുള്ളതാണ്. നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഓരോ ഫയലുകളും ഓരോ മേഖലകളിലും ഓരോ ഇന്ത്യൻ ഭരണഘടന ഓരോ സിസ്റ്റങ്ങളും ഓരോ രീതിയിലുള്ള തൊഴിലുകൾ അങ്ങനെ ജനങ്ങളുടെ അവകാശങ്ങളും അവിടെ ക്രൂശിക്കപ്പെടുന്നത് ചരറ്റിക്കെന്നും അല്ലെങ്കിൽ ജീവകാരുണ്യത്തിൽ എന്നും പറഞ്ഞും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളർച്ചകൾ ജനങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടും മനുഷ്യനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചും ദ്രോഹിച്ചും അവരുടെ സുഖജീവിതങ്ങൾക്കും മറ്റുള്ള കാമുകലികൾക്കും വേണ്ടി ഉത്ഭവിക്കുന്ന മാറ്റങ്ങളാണ് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഹൈന്ദവന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. മറ്റുള്ള ജാതികളുടെ വളർച്ചയും അതിൻ്റെ ബ്രെയിൻ ചിന്തയും അവരുടെ ഹൃദയത്തിൻ്റെയും ബ്രെയിനുകളുടെ വിദ്യാഭ്യാസത്തിൻ്റെയാണോ അതോ റീജൻ്റെ ആണോ എന്നുള്ള പ്രത്യാശകൾ മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തയിലുള്ളൂ. എങ്കിലും വരും കാലങ്ങളിൽ നാട് നന്നാവും എന്നുള്ള പ്രതീക്ഷകൾ മാത്രമേ ഈ കൊച്ചു മനസ്സിൽ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ എൻ്റെ പ്രത്യാശകളായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത്. വരും കാലങ്ങളിൽ ഈ നാടും വരും കാലങ്ങളിൽ നമ്മളുടെയൊക്കെ സമ്പത്തും നമ്മളുടെയൊക്കെ ആയുസ്സും നമ്മുടെയൊക്കെ ഐശ്വര്യങ്ങളും വീണ്ടും നമ്മുടെ തലമുറക്കാർക്കെങ്കിലും വന്നെത്തും എന്നുള്ള ഒരു പ്രത്യാശിക്കാം. ഇല്ലെങ്കിൽ ഈ നാട്ടിനെ ബാധിച്ച കറുത്ത രാഷ്ട്രം അല്ലെ കറുത്ത മാർഗ അല്ലെ ബ്രെയിനുള്ളതിലൂടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ കൽപ്പിച്ചതിന് ശേഷം ഹൃദയങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന മറ്റുള്ള രാജ്യങ്ങളുടെ സന്ദേശങ്ങൾ ഏറ്റെടുക്കുന്ന മറ്റുള്ള റീജിയനിലുള്ള ഇന്ത്യൻ ജനങ്ങൾ അങ്ങനെ വരും കാലങ്ങളിൽ മറ്റൊരു രാജ്യവുമായി മാറിയേക്കാം എന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ബ്രെയിനുകൾക്കും വരാൻ മാറ്റങ്ങൾ വന്നേക്കാം, അല്ലെങ്കിൽ ബുദ്ധിക്കും മാറ്റം വന്നേക്കാം. ബാധിച്ച് നമ്മളിലെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന വർഗീയത അല്ലെങ്കിൽ വീണ്ടും ഹാർട്ടുകളെ ഉത്ഭവിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വീണ്ടും വേറൊരു ജാതിയുടെ ദേവാലയങ്ങളാക്കി മാറ്റി നമ്മളെ വീണ്ടും ഹൈന്ദവന്മാരുടെ കഷ്ടപ്പാട്